വർത്തമാനകാല ഭാരതത്തിന്റെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഈ രണ്ട് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന നിലവിലുള്ള സാമ്പ്രദായിക യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പരാജയം തുറന്നു സമ്മതിക്കുകയാണോ അത്? കാരണം അവർ ഇതിനെ പിന്തുണയ്ക്കേണ്ടി വരുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഇവരുടെ ഗ്യാപ്പിലേക്ക് അവർ വരിക എന്നുള്ള ഭയപ്പാടാണോ? രണ്ടാമത് ഇവിടെ അവസാനം ചോദിച്ച ചോദ്യം, സർ BJPയുടെ ഭയപ്പാട് താങ്കൾക്കറിയുമോ സർ? ബാംഗ്ലൂരിൽ ഇവരുടെ പുറത്തു വരാനുള്ളത് നിരോധിച്ചത് BJP അല്ല. ബാംഗ്ലൂരിൽ ഇവർ പുറത്തിറങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നത് കോൺഗ്രസ് സർക്കാരാണ്. ഞാൻ താങ്കളെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു സുഹൃത്ത് പറയുന്നത് കേട്ട് ഇന്ത്യയിലെ മധ്യവർഗമാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ലോകത്ത് നടക്കുന്ന റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ ഉള്ള അറിവില്ലായ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മറച്ചു വെക്കുകയാണ്. സാർ, മൾട്ടി ലെവൽ പോവർട്ടി ഇൻഡെക്സ് അത് ഭാരതത്തിന്റെ നീതി ആയോഗിന്റെ കണക്കല്ല. ആ കണക്ക് പുറത്തു വിട്ടത് യുനെസ്കോയാണ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ്. താങ്കൾക്കറിയുമോ ലോകത്തിന്റെ അത്ഭുതകരമായ മാറ്റം? ഏതാണ്ട് 25 കോടിയോളം ദാരിദ്ര്യಕ್ಕೆ താഴെയുള്ള ജനങ്ങൾ അവരുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ നിന്നും അവർ പുറത്തു വന്നിരിക്കുന്നു. സാർ, ഒന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നു സാർ. ദയവിധി നമ്മൾ ഒന്ന് കൊണ്ടും കൊടുത്തും കളിക്കും ബഹളം ഒഴിവാക്കാം. ഞാൻ കേട്ടിരിക്കാൻ ഞാൻ നോട്ട് ചെയ്യാൻ കടലാസ് ഉണ്ട് എൻ്റെ അടുത്ത്. രണ്ടാമത്തെ ഞാൻ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയും. സാർ, എങ്ങനെയാണ് 11ാം സ്ഥാനത്തുള്ള ഭാരതം വേൾഡ് 3rd പവർ ആകുന്നത്? എങ്ങനെയാണ് 7.8% ഉണ്ടായിരുന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 3 to 4 വരുന്നത്? ഈ രാജ്യത്ത് നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഈ രാജ്യത്ത് നടക്കുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കളാവുന്ന ഇവിടുത്തെ യുവാക്കളല്ലേ സർ? ഇനി എന്തുകൊണ്ടാണ് സർ ഞങ്ങൾ ഭയപ്പെടാത്തതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് സാമ്പ്രദായിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിവർത്തനം ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാതരം മർദ്ദനമുകളെയും പ്രതിരോധിച്ചുകൊണ്ട് വളർന്നു വരുമ്പോഴാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും വളർന്നു വന്നത് അത്തരമത്തിലുള്ള സാമ്പ്രദായിക സമ്പ്രദായങ്ങളോട് വെല്ലുവിളിച്ചും കലാപം ചെയ്തും മുന്നോട്ട് വരാൻ ഇന്ത്യ രാജ്യത്തുള്ള അസഹിഷ്ണു കാര്യം എന്ന് പറഞ്ഞാൽ 12 മന്ത്രിമാർ തോറ്റ കേരളത്തിലും സർ സ്ഫോടനാത്മകമായ പ്രതിരോധം ഉണ്ടായില്ല. അടിയന്തരാവസ്ഥക്കെതിരായുള്ള പ്രതിരോധവും സ്ഫോടനാത്മകമായിരുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് ലോകത്തെമ്പാടുമുള്ള ഒരുപക്ഷെ നാം ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ അവകാശത്തെയും നമ്മൾ അപഹസിക്കരുത്. ഇന്ത്യയിൽ ലോകത്ത് എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും താരതമ്യേന മികച്ച ഒരു പ്രതിരോധ സംവിധാനവും ജനാധിപത്യ സംവിധാനം ഈ രാജ്യത്തുണ്ട്. അതൊരു മോദി വിചാരിച്ചാൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നതിന് തെളിവാണ് കിരീടവും ചെങ്കോലും ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഇന്ന് ഇവിടെ അടരാടുന്ന പലരും ആ ചിറകിന്റെ കീഴിൽ ഒളിച്ചിരുന്നപ്പോൾ പോരാടാനുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഇന്ത്യൻ ജനത കൈവരിച്ചു. അതുകൊണ്ട് അത്രയും കരുത്തുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം. നമ്മൾ അദ്ദേഹം ധാരാളം ഇൻഡെക്സുകൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 100-ൽ താഴെയാണ്, 100-ന് പിന്നിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തുല്യതയെ സംബന്ധിച്ചുള്ള ഒരു ഇൻഡെക്സ് ഓക്സ്ഫോം അറിയാമോന്ന് എനിക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ഓക്സ്ഫോം ഇൻഡെക്സാ. ലോകത്തെ ഏറ്റവും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ മോശമാണെന്നല്ല, ഈ ഗവൺമെന്റിനെ എന്ത് വിമർശിച്ചാലും അത് ഇന്ത്യ വിമർശിക്കലാണ്. ഗവൺമെന്റ് ഇടപെട്ടൊരു മനുഷ്യരുടെ സ്വാതന്ത്ര്യം നിരോധിച്ചാൽ അതിനെതിരെ സംസാരിച്ചാൽ അത് രാജ്യത്തിനെതിരെ സംസാരിക്കുകയാണ് എന്ന നറേഷൻ ഉണ്ടാക്കി രക്ഷപ്പെടുന്നതാണ് ഇവരുടെ രാഷ്ട്രീയ തന്ത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.